നമസ്കാരം. പോലീസ് 25ഓളം തവണ പെറ്റി കേസെടുത്ത് പിഴ ഈടാക്കിയിട്ടുള്ള ടിപ്പർ ലോറിയാണ് വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം BDS വിദ്യാർത്ഥി അനന്തുവിന്റെ ജീവനെടുത്തത്. ഫെബ്രുവരി 23-നും അമിതഭാരത്തിന് 250 രൂപ പിഴ ചുമത്തിയതായി കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് വ്യക്തമാകുന്നു. ശബ്ദ മലിനീകരണത്തിനും മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയുള്ള ഓട്ടത്തിനും കഴിഞ്ഞ 14-ന് കാട്ടാക്കട സബ് RTO 2000 രൂപ പിഴ ചുമത്തിയിരുന്നു. പിഴ അടച്ചാലും കൂടുതൽ ലോഡ് എത്തിച്ച് ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടിപ്പറുകളുടെ മരണപ്പാച്ചിൽ. അനന്തുവിന്റെ മരണകാരണം ലോറിയുടെ അതിവേഗവും മോശം റോഡുമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. അനന്തുവിന്റെ സംസ്കാരം നടത്തി കുടുംബത്തിന് സർക്കാർ സഹായം ഉറപ്പാക്കുമെന്നറിയിച്ച മന്ത്രി V. ശിവൻകുട്ടി ഇക്കാര്യത്തിൽ അദാനി തുറമുഖ കമ്പനിയും സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അനന്തുവിന്റെ വേർപാട് മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ദുഃഖകരമായ സംഭവമാണിത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖവുമായി ബന്ധപ്പെട്ട എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും നിർബന്ധമായും തൊഴിൽ നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കണം. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അന്വേഷണം നടത്താൻ കളക്ടറെ ചുമതലപ്പെടുത്തി. റിപ്പോർട്ട് കിട്ടിയാൽ കർശന നടപടിയുണ്ടാകും. അനന്തുവിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് അദാനിയുടെ കമ്പനി തയ്യാറാകണം. BDS വിദ്യാർത്ഥിയായ അനന്തു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാകണം അദാനി ഗ്രൂപ്പ് നഷ്ടപരിഹാരം നൽകേണ്ടത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. എന്നാൽ ജനങ്ങളുടെ സുരക്ഷാ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല. സർക്കാരിന് എങ്ങനെ സഹായിക്കാനാകും എന്നത് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്നും ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. അനന്തുവിന്റെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം ആദരാഞ്ജലി അർപ്പിച്ചു. അധികൃതരുടെ അനാസ്ഥയാണ് അനന്തുവിന്റെ ജീവനെടുത്തതെന്ന് നാട്ടുകാർ ആരോപിച്ചു. അമിത ലോഡുമായി അമിത വേഗത്തിൽ പോകുന്ന ടിപ്പർ ലോറികൾ മൂലമുള്ള അപകടങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പറഞ്ഞു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്കുള്ള ലോഡുമായി ടിപ്പർ ലോറി പോകുമ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്. അതേസമയം തലസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിവസവും ടിപ്പർ ലോറിയുടെ മരണപ്പാച്ചിൽ. നഗരമധ്യത്തിൽ പനവിള ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ കടന്ന് അമിത വേഗത്തിൽ പാഞ്ഞ ടിപ്പറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ കൊല്ലപ്പെട്ടു. ചാല ഗവൺമെന്റ് തമിഴ് VHSS ആൻഡ് TTIയിലെ ഇൻസ്ട്രക്ടർ മലയൻകീഴ് സ്വദേശി GS സുധീറാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച ടിപ്പർ ലോറിയിൽ നിന്ന് തെറിച്ച കരിങ്കല്ല് പതിച്ച് BDS വിദ്യാർത്ഥി അനന്തു B. അജികുമാർ മരിച്ചതിന്റെ നടുക്കം മാറും മുൻപാണ് ഈ പുതിയ സംഭവം. സുധീർ പനവിളയിലെ സിഗ്നൽ കടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അമിത വേഗത്തിലെത്തിയ ടിപ്പറിന്റെ പിൻഭാഗം തട്ടി സ്കൂട്ടർ മറിഞ്ഞത്. ടിപ്പറിന്റെ പിൻചക്രങ്ങൾ ദേഹത്ത് ഇറങ്ങി ഓടിയ ടിപ്പർ ഡ്രൈവർ നെയ്യാറ്റിങ്കര സ്വദേശി സതീഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ്. മലയൻകീഴ് ചന്തമുക്ക് സ്മിത ഭവനിലാണ് സുധീർ താമസിക്കുന്നത്.